ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക ഇട്ട് വെച്ച നാടൻ ബീഫ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ചക്ക ഇട്ട് വെച്ച നാടൻ ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-20 കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഇല്ലെങ്കിൽ മറ്റു പച്ചമുളക് ആയാലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ആവശ്യത്തിന് കുറച്ച് വേപ്പിലയും, മാത്രമല്ല ഒരു സ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കൂടിപ്പോരുത്, കുറച്ചായാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. കാന്താരിമുളക് നമ്മൾ ബീഫിൽ വെക്കുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കാന്താരിമുളക് ഇട്ട് ബീഫ് വയ്ക്കുമ്പോൾ അത് കുറച്ചൊക്കെ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബീഫ് കറി വയ്ക്കുമ്പോൾ കാന്താരിമുളക് ഇടുന്നത്. ബീഫെന്നല്ല, എന്ത് കറി വയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് ഒരു 3-5 കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു കുറവ് കിട്ടും. ഞാനിതിൽ ചക്ക ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല മൂത്ത ചക്കയായിരിക്കണം, എന്നാൽ മധുരിപ്പ് വരാനും പാടില്ല, നല്ല മൂത്തതായിരിക്കണം. മാത്രമല്ല നല്ല കട്ടിയുള്ള ചുളയാണെങ്കിൽ അത്രയും നല്ലത്. മൂക്കാത്ത ചക്കയിട്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി പോലെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ബീഫിലിടുന്ന ചക്ക മൂത്തതായിരിക്കണം. അത് ഒരു 4 പീസേ ആക്കാൻ പാടുള്ളൂ. ഒരു ചക്കച്ചുള 4 പീസ് ആക്കാൻ പാടുള്ളൂ. ഇതുപോലെ വലിയ പീസായിരിക്കണം. നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിനി കറി ശരിയാക്കാൻ വേണ്ടി ഒരു ഉരുളി ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 3-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത് രണ്ടും ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 5 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. നീളനം കട്ട് ചെയ്യേണ്ട, അങ്ങനെ നീളനം കട്ട് ചെയ്തിട്ട് നടുമുറിക്കണ ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി തന്നെ ഞാൻ ഇട്ടേക്കുന്നത് ബീഫ് മസാലയാണ്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ മസാലയും കൂടി ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ബീഫും ചക്കയും വയ്ക്കുമ്പോൾ നമുക്കിത്തിരി ഈ ഗ്രേവി കുറച്ചും അധികം വേണം. അതല്ലെങ്കിൽ കറിയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിപ്പോവും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചാൽ മതി. ചക്ക വെന്ത് കിട്ടും. കാരണം ബീഫ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് കയറി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചക്കയൊക്കെ വേവായിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഒരു കുറുകിയ ടൈപ്പായിട്ടുണ്ട്. ഉണ്ടോ, ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റും കൂടി വിനാഗിരിയുടെ പുളി എല്ലായിടത്തും ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചക്കയിലും ബീഫിലൊക്കെ നല്ലതുപോലെ ആ മസാലയും അതുപോലെ വിനാഗിരിയുടെ നേരിയ പുളിയെല്ലാം കയറി നല്ലൊരു ടേസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല
വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണാണ്, എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.